അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു. സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി, സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമാക്കി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന്. തനക്ക് ശുദ്ധീകരിക്കുവാൻ എന്ന് പറഞ്ഞാൽ, ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ വേർതിരിക്കുവാൻ, തനക്കായി വേർതിരിക്കേണ്ടതിന്, തനക്കായി വിശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അപ്പൊ തന്നെത്താൻ നമുക്ക് വേണ്ടി തന്നെ തന്നതെന്തിനാണ്? നമ്മെ തനക്കായി വിശുദ്ധീകരിപ്പാൻ. ഹല്ലേലൂയ. ഈ വിശുദ്ധീകരിക്കുക എന്ന് പറയുന്ന വാക്കിനർത്ഥം വേർതിരിക്കുക എന്നാണ്. അപ്പൊ നമ്മെ ദൈവത്തിനാണ്ട് വേർതിരിക്കുവാൻ തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ആമേൻ. എങ്ങനെ കൊടുത്തു? യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതിനാൽ നമ്മുടെ സകല അധർമ്മത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാൻ. നാം അധർമ്മികൾ, നാം പാപികൾ, നാം തള്ളപ്പെട്ടവർ, നാം നരകയോഗ്യർ, നാം അഗ്നിയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലേക്ക് തള്ളപ്പെട്ട നിത്യ മരണത്തിന് വിധിക്കപ്പെട്ടവർ. പക്ഷെ അവിടെ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. തൻ്റെ രക്തം, തൻ്റെ ചങ്കിലെ ചോര, തൻ്റെ ജീവൻ നമുക്ക് വീണ്ടെടുപ്പ് വിലയായി കൊടുത്തത്. ഹല്ലേലൂയ. ജീവന്റെ വിലയെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് 1/2 ശേക്കൽ വെള്ളിയാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം അത് ദൈവത്തിന് കൊടുക്കണം. അങ്ങനെ അത് ധനവാനും ദരിദ്രനും വ്യത്യാസമില്ല. ധനവാനും കൂടുതൽ കൊടുത്താൽ പ്രയോജനമില്ല, ദരിദ്രൻ കുറച്ചു കൊടുക്കാനും പാടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? വലിയവനായാലും ചെറിയവനായാലും ഏത് ജാതിക്കാരനായാലും ആമേൻ, ഏത് അധികാരിയായാലും നമ്മുടെ ജീവന്റെ വില ഒന്ന് മാത്രമാണ്. കൈകളെ ഉയർത്തി ആമേൻ പറയാം. ജീവന്റെ ഒരേ വിലയാണ്. അപ്പോൾ ഒരുവന് ജീവൻ നഷ്ടപ്പെട്ടാൽ ആമേൻ സ്തോത്രം, അത് അവന് വലിയ നഷ്ടമാണ്. ഒരേ വിലയാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആ ജീവന്റെ വില താൻ കൊടുത്ത് നമുക്ക് നഷ്ടപ്പെട്ട നിത്യജീവനെ വീണ്ടെടുത്തു തന്നിരിക്കുന്നു.